ഹായ് ഗായ്സ്, ഇന്ന് നമുക്കൊരു നോ ഫൗണ്ടേഷൻ ഓണം മേക്കപ്പ് ലുക്ക് നോക്കിയാലോ. കുറച്ച് പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്തിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം, എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം നല്ല രീതിക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്താൽ മാത്രമാണ് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടും നല്ല ഭംഗിയിലും ഇരിക്കുള്ളൂ. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്യണതിന് മുന്നേ നമ്മുടെ മോയ്സ്ചറൈസർ ഒന്ന് ഐബ്രോസിന്റെ മേലത്തെ മാത്രം ഒന്ന് തുടച്ച് കളയുക. അതിനുശേഷം മാത്രം നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടതാണ് നമ്മുടെ ഐബ്രോസ്, നമ്മുടെ ലിപ്സ് ആൻഡ് നമ്മുടെ ഐസ്. അപ്പൊ തന്നെ നമ്മുടെ മേക്കപ്പിന് നമ്മുടെ മുഖത്തിന് ഒരു ഭംഗി വരും കേട്ടോ. നെക്സ്റ്റ് നമുക്ക് കൺസീലർ ആണ് യൂസ് ചെയ്യേണ്ടത്. നമ്മളിവിടെ ഫൗണ്ടേഷൻ നമ്മൾ ഉപയോഗിക്കണില്ല. അപ്പൊ എവിടെയൊക്കെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടോ, അതുപോലെ നമുക്ക് ബ്ലാക്ക് മാർക്സ് ഉണ്ടോ, അവിടെയൊക്കെ നമുക്ക് കൺസീലർ ഉപയോഗിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിത് എന്റെ അണ്ടർ ഐയുടെ താഴെ അതുപോലെ ബ്ലാക്ക് സ്പോട്ട്സ് ബ്ലാക്ക് മാർക്സ് ഒക്കെ ഉള്ളിടത്ത് ഞാൻ ഈ കൺസീലർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്ത് കൊടുക്കാറ്. ഞാൻ വേറെ ബ്രഷോ സ്പഞ്ചോ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്ക് കൈവച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താലാണ് എനിക്ക് ആ ഫിനിഷിങ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ, ആ ഫിനിഷിങ് കിട്ടിയെന്ന് തോന്നുള്ളൂ. അതുപോലെ നമ്മുടെ ഐബ്രോസ് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടില്ലേ, അപ്പൊ ഐബ്രോസിന്റെ താഴെയും മേലെയും ഈ കൺസീലർ വെച്ചിട്ട് ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഐബ്രോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസീലർ വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു മെറൂൺ ലിപ്സ്റ്റിക് വെച്ചിട്ടാണ് ഞാൻ ഐ ഷാഡോ ആയിട്ടും അതുപോലെ ബ്ലഷ് ആയിട്ടും ഞാൻ ഈ ഒരു സെയിം ലിപ്സ്റ്റിക് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യണത്. ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം അപ്പം തന്നെ നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ബ്ലെൻഡ് ചെയ്താലാണ് നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. ജസ്റ്റ് അവിടെ തേച്ച് കൊടുത്താൽ അതൊരുമാതിരി ഇങ്ങനെ പിരിപിരാന്ന് ഇരിക്കും. നമ്മളിതാ ഒരു ബ്ലഷും ഐ ഷാഡോയും ഒക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ ഒരു കൺസീലർ ഇട്ടില്ലേ, കൺസീലർ ഇട്ട സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ലൂസ് പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ, അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ നോർമൽ ആയിട്ടുള്ള ഒരു ലൂസ് പൗഡറാണ്. നിങ്ങൾക്ക് ബനാന പൗഡർ യൂസ് ചെയ്യാം. കോമ്പാക്ട് ഉപയോഗിക്കുന്നതിലും നല്ലത് ലൂസ് പൗഡർ യൂസ് ചെയ്യാനാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ കണ്ണ് എഴുതി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ താഴെ ഞാൻ കണ്ണ് എഴുതാറില്ല. കണ്ണ് താഴെ എഴുതുന്നവർക്ക് കണ്ണ് മേലെയും താഴെയും എഴുതി കൊടുക്കാം. ഞാനിതാ കണ്ണ് മേലെ മാത്രമേ എഴുതി കൊടുക്കുന്നുള്ളൂ. ഞാനൊരു ചെറിയ വിങ്സ് ഒക്കെ ഇട്ടിട്ട് ഞാൻ കണ്ണുകൂടി എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ണ് എഴുതിയിട്ട് ഇതാ നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ ലിപ്സ്റ്റിക് ഇടാൻ പോവാണ്. അപ്പൊ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ നമ്മൾ ലിപ് ബാം ഇട്ടിട്ടുള്ളത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. അതിന് മുന്നേ നമുക്കൊരു ലിപ് ലൈനർ വെച്ചിട്ട് നന്നായിട്ട് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ട് തന്നെ ഞാൻ ഉള്ളിലും ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ മെയിൻ ആയിട്ട് റെഡ് ആയിട്ടുള്ള ഒരു ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്യാറ്. ഈ റെഡ് ആയിട്ടുള്ള ലിപ്പ് ലൈനേഴ്സ് ആകുമ്പോൾ ഒരു ഗുണമുണ്ട്. നമുക്ക് ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സിന്റെ കൂടിയും അതുപോലെ നമുക്ക് ലൈറ്റർ ഷെയ്ഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സിന്റെ കൂടിയും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ റെഡ് ലിപ്പ് ലൈനേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു റെഡ് ലിപ്പ് ലൈനർ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സിന്റെ കൂടി നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് വാഷ് ഔട്ട് ചെയ്യുന്ന ഏത് ലിപ്സ്റ്റിക്സിന്റെ കൂടി ഇത് ചേർന്ന് പോകും. നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു മെറൂൺ ലിപ്സ്റ്റിക് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിന്റെ കൂടെ ഞാനൊരു ന്യൂഡ് ഷെയ്ഡും ഞാൻ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ഷെയ്ഡ് കിട്ടും. എനിക്ക് ഈ ഒരു കോംബോ നല്ല ഇഷ്ടമാണ്. ഇത് മെബ്ലിന്റെ ലിപ്സ്റ്റിക് ആണ്. അതുപോലെ ഞാനിത് ന്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ലാക്മേയുടെ ലിപ്സ്റ്റിക്കും കൂടി ഇതിന്റെ കൂടെ മിക്സ് ചെയ്തിടുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ഷെയ്ഡാണ് കിട്ടുന്നത്. അധികം ഉദിച്ച് നിൽക്കാത്ത നല്ല സട്ടിൽ ആയിട്ടുള്ളൊരു നല്ല ഷെയ്ഡ് കിട്ടും. അപ്പം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടതിന് ശേഷം ഞാൻ ഒന്നും കൂടി ആ ലിപ്പ് ലൈനർ എടുത്തിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ലിപ്സ് നമുക്ക് കിട്ടും. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. മേക്കപ്പ് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് സാരി എടുത്തിട്ട് വരാം. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മൾ ഫൗണ്ടേഷൻ ഒന്നും ഇല്ലാണ്ട് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്ട്സ് മാത്രം വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഓണം ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്